ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് 58ന്റെ റിവ്യൂ ആണ്. ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിന് ഒരു എക്സ്ട്രാ ബോണസാണ് ബിന്നിയുടെ ഹസ്ബൻഡ് ഹൗസിലേക്ക് വന്നത്. യങ്ങായിട്ടുള്ള കപ്പിൾ ഹൗസിൽ അവരുടെ പ്രണയം പങ്കിടുന്ന സമയത്ത്, അവരുടെ ആ ഒരു ദാമ്പത്യ ബന്ധത്തിൻ്റെ ഊഷ്മളത പങ്കുവയ്ക്കുന്ന സമയത്ത് അതൊക്കെ കാണാനായിട്ട് പ്രേക്ഷകർ ഏറെ ഉണ്ടാവും. അതൊക്കെ രസമുള്ള കാഴ്ചകളാണ്. അല്ലെങ്കിലും സന്തോഷത്തോടെ ഇരിക്കുന്ന രണ്ട് കമിതാക്കളല്ല, സോറി, ആ ഒരു വേർഡ് ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നു. പ്രണയിക്കുന്ന ആളുകളെ നമുക്ക് കണ്ണിന് കണ്ടുകൂടാമല്ലോ അല്ലേ. രണ്ട് ദമ്പതികളെ കാണാൻ ആഗ്രഹിക്കാത്ത ആളുകൾ ആരാണ്? കുറേയൊക്കെ കണ്ണുകടിയൊക്കെ ഉണ്ടാവും, എന്നാലും കണ്ണിന് കുളിർമയുള്ള ഒരു കാഴ്ചയാണ്. ആക്ച്വലി അങ്ങനെയുള്ള റിസ്കി ഡിസിഷൻസ് ഒന്നും പല ദമ്പതികളും പുറത്തെടുക്കാറില്ല ഈ ഒരു കാലഘട്ടത്തിൽ. ഇപ്പോൾ തന്നെ അറിയില്ലേ, മറ്റേ ഒരു റിവേഴ്സ് ട്രെൻഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ദമ്പതികൾ അവരുടെ ഫോട്ടോസ്, ഒന്നിച്ചുള്ള ഫോട്ടോസ് ഒന്നും ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ ഒന്നും ഇടാറില്ല. ആളുകൾക്ക് അസൂയ ഉണ്ടാകും അത്രേ. അപ്പോൾ ആളുകളുടെ അസൂയ, അവരുടെ ജഡ്ജ്മെൻറ്റുകൾ ഇവരുടെ ദാമ്പത്യ ബന്ധത്തിൽ ഉലച്ചിലുണ്ടാക്കാനായിട്ടുള്ള സാധ്യത ഉണ്ട് എന്നൊക്കെ പഠനങ്ങൾ പറയുന്നുണ്ട്. അതിപ്പോൾ ഏത് പഠനങ്ങളാണ് എന്നുള്ളത് എനിക്കറിയില്ല. ഇങ്ങനെ ഇടയ്ക്കൊക്കെ മറ്റേ മനോരമയുടെ ജേർണലിസ്റ്റുകൾ ഇൻസ്റ്റഗ്രാമിൽ ചില ഫോട്ടോസൊക്കെ ഇടുന്നത് കാണാം. അത്തരത്തിൽ ഫോട്ടോസ് സ്ഥിരമായി അപ്ലോഡ് ചെയ്യാത്ത ദമ്പതികളാണ് മിടുക്കരായിട്ടുള്ള ദമ്പതികൾ എന്നൊക്കെ അവർ പറയാറുണ്ട്. എല്ലാ ചാനലുകാരും ഈ പറയുന്ന പോസ്റ്റുകളൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. ഒന്നിച്ചൊരു ഫോട്ടോയ്ക്ക് പോലും നിൽക്കാനായിട്ടുള്ള ബന്ധമില്ലാത്ത ആളുകളോ, അങ്ങനെ ബന്ധമില്ലാത്ത ആളുകളും ഫോട്ടോ ഇടാതിരിക്കാറുണ്ടല്ലോ. അപ്പോൾ ഏതായാലും ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇതൊക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഷാനവാസിൻ്റെ ഫാമിലി വന്നു, അനീഷിൻ്റെ ഫാമിലി വന്നു. അനീഷ് ആകെ മൊത്തത്തിൽ തകർന്ന് കുഴഞ്ഞ് തരിപ്പണമായിരിക്കുന്ന ഒരു കാഴ്ചയൊക്കെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ഫാമിലി ഫോട്ടോയുടെ ആ ഒരു പസ്സിലൊക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അദ്ദേഹം വളരെയധികം കഷ്ടപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ അമ്മ ആനി ആൻ്റണി വളരെയധികം പ്ലാൻ ചെയ്താണ് ഹൗസിലേക്ക് വന്നത്. അതേപോലെ തന്നെ ബിഗ് ബോസ് പറയുന്ന കാര്യങ്ങളൊക്കെ അക്ഷരം പ്രതി അനുസരിക്കുന്നുണ്ട്. പുറത്തെ കാര്യങ്ങൾ, ഹിൻറ്റുകൾ ഒരു തരത്തിലും അനീഷിന് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. അനീഷ് അതൊന്നും വാങ്ങിയെടുക്കാൻ തന്നെ ഉദ്ദേശിക്കുന്നില്ല. അനീഷ് ആ ഒരു സ്നേഹം, ആത്മാർത്ഥമായിട്ട് ആ ഒരു സ്നേഹം അവിടെ പങ്കുവെക്കുകയാണ്. ഇപ്പോൾ ഷാനവാസിൻ്റെ വൈഫ് ഷാനവാസിനോട് സംസാരിച്ച കുറേയധികം കാര്യങ്ങളൊന്നും നമ്മളെ കേൾപ്പിച്ചില്ല. അവിടെ ചില കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേഷൻ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഒരു കമ്മ്യൂണിക്കേഷൻ ഷാനവാസിന് ഗുണകരമായിട്ടുള്ളൊരു ഗെയിമായി മാറുകയാണെന്നുണ്ടെങ്കിൽ നല്ലത്. എന്തൊക്കെയാണെങ്കിലും പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഷാനവാസിൻ്റെ ഫാമിലിക്ക് അനീഷാണ് ഷാനവാസ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു കണ്ടസ്റ്റൻറ്റ്. മകളായിട്ടുള്ള നസ്മിക്ക് നെവിനെയാണ് കൂടുതൽ ഇഷ്ടം. നെവിൻ ഇപ്പോൾ മറ്റേ ഈ കട്ടുറുമിൻ്റെ കൂട്ടിൽ കയറുമ്പോൾ നമ്മൾ എന്തൊക്കെ ആക്ഷൻ കാണിക്കുമോ അതിങ്ങനെ സന്തോഷ പ്രകടനത്തിന് വേണ്ടി കാണിക്കുകയുണ്ടായി. അത് രസമുണ്ടായിരുന്നു. അത് നെവിൻ്റെ ഒരു പ്രത്യേക രീതികളാണ്, എൻജോയബിളാണ്. എന്താണെങ്കിലും കുട്ടികൾക്ക് ഒരു സൂപ്പർ ഹീറോ ആണ് നെവിൻ എന്നുള്ള ഒരു മെസ്സേജ് ഈ കുട്ടി, നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കുട്ടിയാണ് ഷാനവാസിൻ്റെ കുട്ടി. ആ കുട്ടി നെവിന് കൊടുക്കുന്നുണ്ട്. നെവിൻ വളരെയധികം കോൺഫിഡൻ്റ് ആണ്. നെവിൻ ആ ഒരു കോൺഫിഡൻസ് ഒക്കെ വരും ദിവസങ്ങളിൽ ഗെയിമിൽ കാഴ്ചവെക്കുകയാണെന്നുണ്ടെങ്കിൽ രസമായിരിക്കും. ഓവറായി കഴിഞ്ഞാൽ ദുരന്തമായിരിക്കും. പിന്നെ ഉള്ള എന്താണ്, അനീഷിൻ്റെ ബ്രദർ തൻ്റെ ഏട്ടനെ നല്ല കരുതലോടെ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. അവിടെ തളർന്നിരിക്കുന്ന സമയത്ത് വാട എഴുന്നേൽക്കട എന്നൊക്കെ പറഞ്ഞ് അനിയൻ അങ്ങടേക്ക് വന്നത് ശരിക്കും പറഞ്ഞാൽ വളരെ സ്നേഹം നിറയ്ക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള രസകരമായിട്ടുള്ള പരിപാടിയാണ് ഈ ഫാമിലി വീക്ക് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഈ ഗെയിം അനലൈസ് ചെയ്യുക, അതിനകത്ത് എന്തെങ്കിലും കുത്തിത്തിരിപ്പ് കണ്ടുപിടിക്കുക, എന്നീ കാര്യങ്ങളെക്കുറിച്ചിട്ടൊന്നും ഞാൻ സത്യം പറഞ്ഞാൽ ശ്രദ്ധിച്ചില്ല. കാരണം രസമല്ലേ ഈ ഫാമിലി എന്ന് പറയുന്നതാണ്. ആക്ച്വലി ഇവിടെ വന്നിട്ട് ഈ കഷ്ടപ്പാട് സഹിക്കുന്നതൊക്കെ എന്തിനു വേണ്ടിയാണ്? ഈ ഷാനവാസ് അവിടെ വന്നിട്ട് കഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ ബിന്നി അവിടെ വന്നിട്ട് കഷ്ടപ്പെടുന്നു. മിക്കവാറുമുള്ള ആളുകൾ അവിടെ വന്ന് കഷ്ടപ്പെടുന്നത് അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയാണ്. മോസ്റ്റ്ലി ആളുകൾ സക്സസ്ഫുൾ ആയതിനു ശേഷം ഇങ്ങനെ കരിയർ, പാഷൻ എന്നൊക്കെ പറയുമെന്നുണ്ടെങ്കിലും ഒരു മജോറിറ്റി ആളുകൾ എനിക്ക് തോന്നുന്നു അവർ കുടുംബങ്ങൾക്ക് വേണ്ടിയാണ് കഷ്ടപ്പെടുന്നത്. നമ്മളെല്ലാം അങ്ങനെ തന്നെയല്ലേ. ഇന്നലെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തില്ല, അപ്പോൾ ഒരാൾ ഇങ്ങനെ കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റായിട്ട് ഇട്ടു. അവരവരുടെ ഒരു പെർസ്പെക്റ്റീവിൽ പറയുന്നതാണ്, നിങ്ങൾ ഇന്ന ആൾക്കാരെ കണ്ടുപിടിക്കൂ, നിങ്ങൾ സീക്രട്ട് ഏജൻറ്റിനെയൊക്കെ കണ്ടുപിടിക്കൂ, അവർ കൃത്യമായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യും, എപ്പോഴാണെങ്കിലും എവിടെ വെച്ചിട്ടാണെങ്കിലും വീഡിയോ അപ്ലോഡ് ചെയ്യും എന്നൊക്കെ പറഞ്ഞു. ഓരോ ആളുകളുടെ ഓരോ പെർസ്പെക്റ്റീവാണ്. ഇപ്പോൾ എൻ്റെ കുടുംബത്തിലെ ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു ദിനം, അല്ലെങ്കിൽ പെങ്ങളുടെ വിവാഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊന്നും മാറ്റി വെച്ചിട്ട് ജോലിയിൽ ഫോക്കസ് ചെയ്യാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതൊക്കെ ഭംഗിയായിട്ട് ചെയ്യാനായിട്ടും അതിൽ കംപ്ലീറ്റ് ആയിട്ട് ഇൻവോൾവ് ആവാൻ വേണ്ടിയാണ് ആക്ച്വലി ജോലി ചെയ്യുന്നത്. അപ്പോൾ ആ ദിവസം കൂടെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ എന്തൊരു ബോറിംഗ് ആയിരിക്കും. ഈ ഫാമിലി ആയിട്ടുള്ള മൊമെൻറ്റ് എന്ന് പറയുന്നത് വളരെ സ്പെഷ്യലാണ്. ഹൗസിലുള്ള ആളുകളൊക്കെ അതുമായി ബന്ധപ്പെട്ട് കരയുന്നൊക്കെ കണ്ടില്ലേ. ആദില, നൂറ, ശരിക്കും പറഞ്ഞാൽ അവരുടെ ഫാമിലി വളരെ മോശപ്പെട്ട ചില കാര്യങ്ങളൊക്കെ അവരോട് ചെയ്തു എന്നുണ്ടെങ്കിലും ഫാമിലി എന്ന് പറയുന്ന ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ. എത്ര മോശക്കാരായിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും ഫാമിലി എന്ന് പറയുന്ന ഒരു ആബ്സെൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ വേദന നമുക്കുണ്ടാവും. അപ്പോൾ അവർ വരണം എന്നുള്ളതൊന്നുമല്ല, നമുക്കില്ലല്ലോ എന്നോർത്ത വേദനയാണ്. അതിലേക്കോ നൂറയ്ക്കോ അവരെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചിട്ടുള്ള മാതാപിതാക്കളിൽ ആരെങ്കിലുമൊക്കെ അങ്ങടേക്ക് വരണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ല. ബാക്കിയുള്ള ആളുകൾക്കുണ്ട്, ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഇല്ലാതെ പോയി എന്നുള്ളൊരു വിഷമാണ് അവിടെ ഉള്ളത്. അക്ബറിൻ്റെ ഒരു ചെറിയ ഡാർക്ക് ഹ്യൂമർ അത്ര അങ്ങ് രസകരമായിട്ട്
തോന്നിയില്ല. സത്യം പറഞ്ഞാൽ ഒരു റിയാലിറ്റിയാണ്, അപ്രിയ സത്യമാണ്. അത് ആദിലേ സമ്മതിക്കുന്നുണ്ട്. പക്ഷെ അവർക്കതങ്ങോട്ട് കൊണ്ടു. ദിയാസന ആയിരിക്കും വരുന്നത് എന്ന് പറഞ്ഞ സമയത്ത് അവർക്കതങ്ങ് കൊണ്ടു. സീസൺ 5 നാദറയുടെ ഫാമിലി വന്നപ്പോൾ അതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ അതിനുശേഷം നാദറയുടെ കോൺഫിഡൻസ് ലെവല് ഏതൊരു റേഞ്ചിലേക്ക് ഉയർന്നു. അപ്പോൾ അതാണ് ഈ ഫാമിലി വീക്കിന് അങ്ങനെയുള്ള കുറേയധികം സാധ്യതകളുണ്ട്. ഇപ്പോൾ ബിന്നിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ അഡ്വാൻറ്റേജ് ആണ്. ബിന്നി സത്യം പറഞ്ഞാൽ ഒരു ഒറ്റയ്ക്ക് ഗെയിം കളിച്ച് മുന്നോട്ടേക്ക് പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്ന കണ്ടസ്റ്റൻ്റാണ്. ഗ്രൂപ്പിലൊക്കെ നിൽക്കാനായിട്ട് യാതൊരുവിധ മടിയുമുള്ള ഒരു ചങ്ങായിയല്ല പിന്നെ. പക്ഷേ എന്തുകൊണ്ടോ ഗ്രൂപ്പിലേക്കൊന്നും അങ്ങോട്ട് ആയില്ല, ഒരു ഗ്രൂപ്പിലേക്കൊന്നും അങ്ങ് ആയില്ല. ഇപ്പോൾ അഭിലാഷ് ഉണ്ടായിരുന്നു, ഒന്നിയിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ കൂടെ ഇരുന്ന് വർത്താനം പറയും എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ ബിന്നി അങ്ങനെ ഒരു ഗ്രൂപ്പിന് ഫിറ്റ് ആയിട്ടുള്ള ഒരാളല്ല. അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിന്നി ഒരു നല്ല ഗെയിമറായിട്ട് ബാക്കിയുള്ള ആളുകൾ കൺസിഡർ ചെയ്യുന്നില്ല, നല്ലൊരു ഒപ്പോണൻ്റ് ആയിട്ടും ആളുകൾ കൺസിഡർ ചെയ്യുന്നില്ല. എന്തെങ്കിലും വഴക്കുണ്ടാക്കുന്ന സമയത്ത്, ദേഷ്യം തോന്നുന്ന സമയത്ത് ബിന്നിയുടെ പേര് നോമിനേഷനിലേക്ക് ഇടും എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ ബിന്നി അവിടെ അങ്ങോട്ട് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നില്ല. അതൊരു കണക്കിന് ബിന്നിക്ക് എളുപ്പമാണ്. ബിന്നി വളരെ സേഫായിട്ട് ഒരു സൈഡിൽ കൂടെ പോകുന്നു. ഇനിയിപ്പോൾ ഹസ്ബൻഡും കൂടെ വന്നു, ഒരാഴ്ച അവർ രണ്ടുപേരും കൂടെ വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ബിന്നിക്ക് ഭയങ്കര റിലാക്സേഷൻ കിട്ടുകയും ഗെയിമിൽ മുന്നോട്ടേക്ക് പോകാനായിട്ട് പറ്റുകയും ചെയ്യും. ലെക്കുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആണ്. ഇപ്പോൾ ഈ ആഴ്ച ക്യാപ്റ്റൻസി കിട്ടിയതുകൊണ്ട് നോമിനേഷനിലേക്ക് വരത്തില്ല. അല്ലെങ്കിലും ബിന്നിക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യം. അതേപോലെ തന്നെ ബിന്നി ഇമ്മ്യൂണിറ്റി മറ്റൊരാൾക്ക് ഷെയർ ചെയ്തില്ല എന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. ആർക്ക് കൊടുത്ത് പ്രൊട്ടക്ട് ചെയ്യാനാണ് ഈ ഒരു ആഴ്ചയിൽ, അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. എനിക്ക് ആ ഒരു തീരുമാനത്തോട് യാതൊരുവിധ എതിർപ്പും തോന്നിയില്ല. ഇനി എപ്പിസോഡിലെ കാര്യങ്ങൾ ഇങ്ങനെ ഓർഡറിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ നമ്മൾ എപ്പിസോഡിൽ കണ്ടത് കിച്ചണിലെ ഒരു അലമ്പായിരുന്നു. മുന്നത്തെ വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീക്കെൻഡ് എപ്പിസോഡിന് ശേഷം വീക്കെൻഡിൽ ഇവർക്ക് യാതൊരുവിധ സമയമില്ലാത്തതുകൊണ്ട് ഒത്തിരി ഫുഡൊക്കെ ഇവർക്ക് കൊടുക്കും. ആ ഒരു ഫുഡൊക്കെ ഇവരിങ്ങനെ സൂക്ഷിച്ച് വെക്കാറുണ്ട് ബിഗ് ബോസ് ഹൗസിൽ വരും ദിവസങ്ങളിൽ കഴിക്കാൻ വേണ്ടി. എന്നാൽ കറക്റ്റായിട്ട് കിച്ചൺ ടീം ആ ഒരു ഫുഡ് എടുത്തിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചില്ല. ചോറും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ പുറത്ത് കിടക്കുകയായിരുന്നു. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ എടുത്ത് അകത്ത് വെച്ചു എന്നുണ്ടെങ്കിലും മുഴുവൻ കാര്യങ്ങൾ എടുത്ത് വെച്ചിട്ടില്ല. അതേപോലെ ഫ്രിഡ്ജ് ഓർഗനൈസ്ഡ് അല്ല. കിച്ചണിലൊക്കെ പാത്രങ്ങൾ ഇങ്ങനെ കുന്നുകൂടി കിടക്കുന്നു. നമുക്കറിയാം ഈ സീസണിലെ ഫുള്ള് പരിപാടി എങ്ങനെയാണ്, വൃത്തിയില്ലായ്മയൊക്കെ കാര്യമായിട്ട് തന്നെ കിച്ചണിലുണ്ട്. കിച്ചൺ ഒട്ടും ശ്രദ്ധിക്കുന്നില്ല. സാധാരണ എല്ലാ സീസണുകളിലും കിച്ചണാണ് ഏറ്റവും കൂടുതൽ വൃത്തി, ബാത്റൂമൊക്കെയാണ് ഏറ്റവും മോശം. ഇവിടെ ബാത്റൂമൊക്കെ ഓക്കെയാണ്, കിച്ചണാണ് ഏറ്റവും ശോകം. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ബിന്നിയോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. ബിന്നി തിരിച്ചു ചോദിക്കുകയാണ്, ഒരു സ്റ്റാൻഡും ഇല്ലാതെ തിരിച്ചു ചോദിക്കുകയാണ്, നിങ്ങൾ കഴിച്ചാൽ മാത്രം പോരാ, നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്ത് വെക്കാമല്ലോ. അതേപോലെ തന്നെ അനീഷൊക്കെ ചോദിക്കുകയാണ്, എവിടെ ചായയൊക്കെ, എവിടെ ഭക്ഷണം, എവിടെ ബ്രേക്ക്ഫാസ്റ്റ്, എവിടെ എന്നൊക്കെ എല്ലാ ആളുകളും ചോദിക്കുകയാണ്. ശരിയാണ്, ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഒരു സമയത്ത് കൊടുക്കാനായിട്ടോ ചായ കൊടുക്കാനായിട്ടോ ഒന്നും ഇവർ കിച്ചൺ ടീം അങ്ങനെ ഉത്തരവാദിത്തം എടുക്കുന്നില്ല. ഇപ്പോൾ അനു ഒരു ദിവസം നേരത്തെ എഴുന്നേറ്റ് എന്തോ ചെയ്തു എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ വേറെ ആത്മാർത്ഥതയൊന്നും ആളുകളുടെ ഭാഗത്തു നിന്നില്ല. പിന്നെ ഓരോ ആളുകളും അവർ സ്വന്തമായിട്ട് ചെയ്യല്ലേ. ഇപ്പോൾ ജിഷിൻ പോയതുകൊണ്ട് ഇനിയിപ്പോൾ പച്ചക്കറി കുക്കിങ്ങിൻ്റെ പരിപാടി നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ജിസയിൽ രാവിലെ എഴുന്നേറ്റ് കുറച്ച് ആളുകൾക്ക് ചായ കൊടുക്കും. അങ്ങനെ ആരെങ്കിലുമൊക്കെ എഴുന്നേറ്റ് ആർക്കെങ്കിലുമൊക്കെ ചായ കൊടുക്കുന്ന പരിപാടിയൊക്കെ ഇങ്ങനെ അവർ അവലംബിക്കുന്നതുകൊണ്ട് കിച്ചൺ ടീമിന് അങ്ങനെ വലിയ ടെൻഷനൊന്നും രാവിലെ ഇല്ല, അല്ലെങ്കിൽ ഉത്തരവാദിത്വമില്ല. അത് സ്ട്രിക്റ്റായിട്ട് ഞങ്ങൾ ചായ കൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിലും അതൊന്നും അവിടെ വർക്കൗട്ട് ആയിട്ടില്ല. പിന്നെ അവിടെ എന്തോ കേൾക്കാൻ കൊള്ളാത്ത വാക്കുകളൊക്കെ അന്വേഷണം വിളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം അവിടെയൊന്നും സൗണ്ട് ഇല്ല, മ്യൂട്ടഡാണ്. ഈ അടുത്തുനിന്ന് സംസാരിക്കുന്ന സമയത്ത് ഈ തുപ്പൽ തെറിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ബിഗ് ബോസ് ഹൗസിൽ എപ്പോഴും പറയുന്നതാണ്. എന്നാൽ അങ്ങ് മാറി നിന്നൂടെ? ഈ സംസാരിച്ചുകൊണ്ട് വരുന്ന ആളും ഈ കേൾക്കുന്ന ആൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയാണെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ശരിയാവും. അതങ്ങനെ ഒരു അലമ്പ്. അപ്പോൾ അനുമോൾക്ക് അവിടെ ഇങ്ങനെ ഇടപെടാനായിട്ട് ഇങ്ങനെ മൂത്ത് നിൽക്കുകയാണ്. ഞാൻ പോയി ഇടപെട്ടില്ലെങ്കിൽ ശരിയാവില്ല, ഒന്നും നടക്കില്ല എന്നൊക്കെ അനു അവിടെ ഇരുന്നിട്ട് മറ്റേ ബാത്റൂമിൻ്റെ ഏരിയയിൽ ഇരുന്നിട്ട് സംസാരിക്കുകയാണ്. ഒനിൽ വെറും കൂറ ക്യാപ്റ്റനാണ് എന്ന് അനുമോൾ പറഞ്ഞു. ആ ഒരു കാര്യത്തോട് ഞാനും സപ്പോർട്ട് ചെയ്യുന്നു. കാരണം ഒനിലിന് ഒരു സ്റ്റാൻഡും ഇല്ല. അതിപ്പോൾ അനീഷൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഒനിലിന് ഒരു സ്റ്റാൻഡും ഇല്ല, ഒനിലിന് ഒരു വോയിസും ഇല്ല. ഒനിൽ ക്യാപ്റ്റനാണെന്ന് തന്നെ പല സാഹചര്യങ്ങളിലും മറന്നു പോകുന്നു. ഒനിൽ എന്തിനാണ് ക്യാപ്റ്റൻസി വിജയിച്ച് കഴിഞ്ഞ ആഴ്ച വലിയ പ്രകടനങ്ങളൊക്കെ കാണിച്ചിട്ട് ഹൗസിലേക്ക് വന്നത്? ഞാൻ സത്യം പറഞ്ഞാൽ മറന്നുപോയി ഒനിലായിരുന്നു ക്യാപ്റ്റൻ എന്നുള്ളത്. ഏറ്റവും പരാജയം ക്യാപ്റ്റനായിട്ടുള്ള ഒനിൽ ജിസേലുമായിട്ട് ചേർന്ന് ബിന്നി ഒരിക്കലും ക്യാപ്റ്റൻ ആവരുത്, ക്യാപ്റ്റൻസി നോമിനേഷനിലേക്ക് വന്നിട്ടുണ്ടല്ലോ, ക്യാപ്റ്റൻ ആവരുത് എന്നൊക്കെയുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട്. കിച്ചൺ തന്നെ മാനേജ് ചെയ്യാനായിട്ട് ബിന്നിക്ക് പറ്റാനുള്ള, പിന്നെ എങ്ങനെയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യുക. അതിനുശേഷം അക്ഷര നക്ഷത്രം ടാസ്ക് വരികയാണ്. ക്യാപ്റ്റൻസി ടാസ്ക്കാണ്. ആര്യൻ കുറച്ചും കൂടെ നല്ല രീതിയിൽ ഫാസ്റ്റായിട്ട് ചെയ്യേണ്ടിയിരുന്ന ഒരു ടാസ്ക്കാണ്. പിന്നെ എന്തുകൊണ്ടോ ആര്യന് എന്തോ ഒരു മണ്ടത്തരം പറ്റി. ഗെയിം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടസ്റ്റൻസ് അവിടെ ഒരു വലിയ കൊട്ടയിലോ ബാസ്ക്കറ്റിലോ വെച്ചിരിക്കുന്ന അക്ഷരങ്ങൾ പിറക്കിയെടുത്തിട്ട് ക്യാപ്റ്റൻ എന്ന് പറയുന്ന ആ ഒരു സംഭവം കംപ്ലീറ്റ് ചെയ്യണം. ഒരു ഗ്യാപ്പുണ്ട്, അക്ഷരത്തിൻ്റെ ഗ്യാപ്പുണ്ട്, അവിടേക്ക് ഇങ്ങനെ ലെറ്റേഴ്സ് എടുത്ത് വെക്കണം. ഒരു തവണ ഒരു ലെറ്ററേ പോയി എടുത്തു വന്ന് വെക്കാനായിട്ട് വരത്തുള്ളൂ.
അപ്പോൾ എല്ലാവരും ഓടി പിടിച്ച് ജയിക്കുകയാണ്. 2 എടുക്കാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട് ആര്യൻ, പക്ഷേ ഒരെണ്ണം എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. എന്നാൽ അകത്ത് നിന്ന് എടുത്ത സാധനം പുറത്തിട്ടിട്ട് പോയി ആര്യൻ. അങ്ങനെയുള്ള അഡ്വാൻറ്റേജ് ഒക്കെ ബിന്നിക്ക് വരുന്നുണ്ട്. പിന്നെ അതിനകത്ത് തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ആര്യൻ അവിടെ 2 തവണയ്ക്ക് ഇടിച്ചിട്ടാണ് ലെറ്റർ ഫിക്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഓരോ ഇടിക്കും സെക്കൻഡ്സ് നഷ്ടമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു. ആ ഒരു ടാസ്കിൽ ആദ്യം കംപ്ലീറ്റ് ചെയ്തത് ബിന്നിയാണ്. അങ്ങനെ ബിന്നി ജയിച്ചു. പെൺകുട്ടികളുടെ ഗ്യാങ്ങിന് വലിയ സന്തോഷമായി. അപ്പോൾ അവിടെ പെൺകുട്ടികളുടെ ഗ്യാങ് ആരാണ്? നമ്മുടെ ആദില, നൂറ, അനു എന്നീ ടീംസിനൊക്കെ വലിയ സന്തോഷമായി. പക്ഷേ ആദ്യ വനിതാ ക്യാപ്റ്റൻ എന്ന് കേൾക്കുന്ന സമയത്ത് ചിലപ്പോൾ അവരിൽ ആർക്കെങ്കിലുമൊക്കെ വിഷമം ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം ആ ഒരു പൊസിഷൻ ഏറ്റെടുക്കേണ്ടതായിരുന്നു മികച്ച ഒരു കണ്ടസ്റ്റൻറ്റ്. പക്ഷേ അത് ബിന്നിക്ക് കിട്ടി. ബിന്നിക്ക് അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. നെവിനും ഈ കൂടെ സന്തോഷമൊക്കെ പങ്കിടുന്നുണ്ടായിരുന്നു. ബിന്നി, അനു, ആദില, നൂറ, നെവിൻ എന്നിവരൊക്കെ ഈ ഭക്ഷണമൊക്കെ രാത്രി അടിച്ചു മാറ്റുകയും അങ്ങനെയുള്ള ചില ഉടായ്പകളൊക്കെ കാണിക്കാനൊക്കെ ഒന്നിച്ചു നിന്ന ആൾക്കാരാണ്. അപ്പം നെവിൻ അവരുടെ കൂടെ സന്തോഷം പങ്കിടുന്നുണ്ട്. നെവിൻ ഇപ്പോൾ എല്ലാവരുടെ കൂടെ എല്ലാ സന്തോഷങ്ങളും പങ്കിടുന്ന ഒരു മച്ചാനാണ്, രസമാണ്. സീസൺ 7 7ൻ്റെ പണി ടാസ്ക് ആയതുകൊണ്ട് തന്നെ ഈ ഹൗസിലേക്ക് ഫാമിലി വരുന്നത് മുന്നേ തന്നെ കണ്ടസ്റ്റൻസിനെ അറിയിക്കുന്നുണ്ട്. കാരണം അതുമായി അനുബന്ധിച്ചിട്ട് ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. ബിന്നിയോട് പറയുന്നുണ്ട് നൂബിൻ എത്തിയിട്ടുണ്ട്, ആ ഒരു പവർ കൊണ്ട് ബിന്നിയുടെ കൂടെ നൂബിന് ഒരാഴ്ച ഇവിടെ നിൽക്കാനായിട്ട് സാധിക്കും. ഇതിനുശേഷം ഒളിപ്പേര് എന്ന് പറയുന്ന ഒരു ടാസ്ക് അനൗൺസ് ചെയ്യുകയാണ്. അവിടെ നിന്ന് കണ്ടെത്താൻ പറ്റും ആരുടെ ഫാമിലിയാണെന്ന് ഹൗസിലേക്ക് വരുന്നത്. അനീഷ് ആൻഡ് ഷാനവാസിൻ്റേതാണ് എന്ന് കണ്ടസ്റ്റൻസ് കണ്ടെത്തുന്നു. അതിങ്ങനെ അക്ഷരങ്ങൾ വെച്ചിട്ട് കണ്ടെത്തുന്ന ഒരു ഗെയിമാണ്. ബിഗ് ബോസ് അനൗൺസ് ചെയ്യുകയാണ് ഫാമിലിയെ കാണാനായിട്ട് കണ്ടസ്റ്റൻസിന് ചില കടമ്പകളൊക്കെ കിടക്കേണ്ടതുണ്ട്. കൃത്യസമയത്ത് ടാസ്ക് കംപ്ലീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവർ മടങ്ങിപ്പോകും. ഫാമിലി ഫോട്ടോ പസിലാണ് അവർക്ക് കൊടുത്തത്. ആ ഒരു കാർഡുകളൊക്കെ ചേർത്ത് വെച്ചിട്ട് അവരുടെ ഫാമിലി ഫോട്ടോ കംപ്ലീറ്റ് ചെയ്യണം. അതിനുശേഷം താക്കോലെടുത്ത് ബോക്സ് തുറക്കണം. ബോക്സ് തുറന്നതിന് ശേഷം ഡയസുകൾ ഇങ്ങനെ മറ്റേ നാരങ്ങ സ്പൂൺ ഗെയിം കളിക്കുന്നത് പോലെ തന്നെ ഇങ്ങനെ സ്പൂണിൽ ഇങ്ങനെ അടുക്കി വെച്ച് മറിഞ്ഞ് വീഴാതെ അവിടെ കൊണ്ടുപോയി ബോളിലിടണം. ഇത്തിരി കഷ്ടപ്പെട്ട ഒരു ടാസ്ക്കാണ്. ഈ ഒരു ടാസ്കൊക്കെ അനൗൺസ് ചെയ്ത് കണ്ടസ്റ്റൻസ് ഷാനവാസും അനീഷും ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോയ സമയത്ത് മറ്റേ മെയിൻ ഡോറ് തുറന്ന് ഷാനവാസിൻ്റെ വൈഫും ഷാനവാസിൻ്റെ മകളും ഹൗസിലേക്ക് വരികയാണ്. ഷുഹാന ആൻഡ് നസ്മി എന്നുള്ളതാണ്. ഷുഹാന വൈഫ്, നസ്മി മകള്. കുറച്ച് ഭയങ്കര ക്യൂട്ടായിട്ട് ചിരിച്ച് ഉല്ലസിച്ച് ആകാംക്ഷയോടെ ആണ് ഹൗസിലേക്ക് വരുന്നത്. ഭയങ്കര എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ളൊരു കുട്ടിയാണ്. എല്ലാവരോടും എന്നെ പെട്ടെന്നാണ് സിങ്ക് ആവുന്നത്. അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും എന്ത് ക്ലാരിറ്റിയോടെയാണ് സംസാരിക്കുന്നത്. ഷാനവാസും ഫാമിലിയും കൂടെ ഇരിക്കുന്ന ആ ഒരു ഫ്രെയിം കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് നിറയും. അപ്പോൾ അവർ പ്ലാച്ചിയെ അന്വേഷിക്കുന്നുണ്ട്. അവർക്ക് പ്ലാച്ചിയാണ് വേണ്ടതെന്നൊക്കെ പറയുന്നു. ഇതിനുശേഷം അനീഷിൻ്റെ അമ്മ ഹൗസിലേക്ക് വരുന്നു. അമ്മയെ കണ്ടപ്പോഴത്തേക്ക് അനീഷ് അങ്ങോട്ട് വിങ്ങിപ്പൊട്ടി, ഭയങ്കരമായിട്ട് അങ്ങ് വിങ്ങിപ്പൊട്ടി. അനീഷ് ഇത്ര ലോലഹൃദയനാണ് എന്നൊക്കെ ഉള്ളത്. ലോലഹൃദയൻ എന്ന് പറയുന്നത് ഞാൻ വീക്ക്നെസ്സിനെ ഉദ്ദേശിച്ചിട്ടല്ല കേട്ടോ പറയുന്നത്. ഇത്തിരി സ്നേഹമുള്ള ഒരു സാധാരണ മനുഷ്യനാണ് എന്നുള്ളത് അറിഞ്ഞപ്പോൾ എനിക്ക് വലിയ സന്തോഷമൊക്കെ ആയി. അമ്മ നെവിൻ്റെ ഫാനാണ് എന്നൊക്കെ പലതവണ അവിടെ പറയുന്നുണ്ട്. നെവിൻ അപ്പോഴും മറ്റേ കട്ടുറുമ്പ് കടിച്ചപ്പോൾ ഉള്ള ആ ഒരു ഫീലിങ്ങിൽ ഇങ്ങനെ തുള്ളിച്ചാടുന്നുണ്ട്. അതിൽ അനീഷിനെ അടിച്ചതിനൊക്കെ അമ്മയോട് സോറി പറയുന്നുണ്ട്. അപ്പം അമ്മ പറയുന്നത് ഇതൊക്കെ ഒരു ഗെയിം അല്ലേ, ഇതൊക്കെ ആ ഒരു സ്പിരിറ്റിൽ എടുത്താൽ മതി എന്നൊക്കെ. ആനി, ആൻ്റണി ആൻഡ് അബീഷ് എന്നുള്ളതാണ് അനിയൻ്റെ പേര്. അമ്മയുടെ പേര് ആനി ആൻ്റണി എന്നുള്ളതാണ്. ഇതിനുശേഷം ടാസ്ക് ആരംഭിക്കുകയാണ്. ഷാനവാസിൻ്റെ കുട്ടിയുണ്ടല്ലോ നെസ്മി, കുട്ടി ഇങ്ങനെ വളരെ ആകാംക്ഷയോടെ ഇങ്ങനെ ഇരിക്കുകയാണ് ടാസ്ക് ഒക്കെ കാണാൻ വേണ്ടി. ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. അനീഷിന് കിട്ടിയ പസിൽ ഫാമിലി ഫോട്ടോയാണ്. ഷാനവാസിൻ്റെതും ഫാമിലി ഫോട്ടോയാണ്. അനീഷിൻ്റെതിൽ കുടുംബം മുഴുവൻ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അനീഷ് വിവാഹത്തിനൊക്കെ പോകുന്നതിന് തൊട്ട് മുന്നേ എടുത്തതായിരിക്കും. നമ്മളൊക്കെ അങ്ങനെ വിവാഹത്തിന് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ ഇങ്ങനെ ഫോട്ടോ എടുക്കാറുണ്ടല്ലോ ഫാമിലിയുമായിട്ട്. ആ ഒരു ഫോട്ടോ ആണ് കിട്ടിയത്. അനീഷ് വളരെ വേദനയോടെ, എന്തോ ഒരു ടെൻഷനോടെ, പരിഭ്രമത്തോടെയൊക്കെയാണ് ആ ഒരു ഫോട്ടോ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അത് കംപ്ലീറ്റ് ആയില്ല. ഷാനവാസ് ആ ഒരു സമയത്ത് അത് കംപ്ലീറ്റ് ചെയ്ത് മറ്റേ നാരങ്ങ എടുത്ത് ഡൈസുമായിട്ട് പോയി അത് കംപ്ലീറ്റ് ചെയ്ത് അങ്ങനെ ഗെയിമിൽ ഇങ്ങനെ മുന്നേറുകയാണ്. അങ്ങനെ ഷാനവാസ് ഹൗസിലേക്ക് പോകുന്നു. അനീഷ് ഇങ്ങനെ കുറേ നേരം ചെയ്ത് മടുത്തു കഴിഞ്ഞപ്പം ബിഗ് ബോസ് പറഞ്ഞ് നിർത്തി അടുത്ത റൗണ്ടിലേക്ക് പോകാം. അപ്പോൾ അവിടെയും അത് ചെയ്തതിന് ശേഷം അനീഷ് ഇങ്ങനെ തളർന്നിരുന്നപ്പോൾ അമ്മയും അനിയനും ഒക്കെ ആക്ടിവിറ്റി ഏരിയയിലേക്ക് വന്നിട്ട് അനീഷിനെ കെട്ടിപ്പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്. ഇതിനുശേഷം ഫാമിലിക്ക് ഒരു ടാസ്ക് കൊടുക്കുകയാണ്. കണ്ടസ്റ്റൻസിൻ്റെ ഫാമിലിക്ക് ഈ കണ്ടസ്റ്റൻസിനെ അല്ലാതെ ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് അവിടെ പറയേണ്ടതുണ്ട്. ഷാനവാസിൻ്റെ വൈഫ് അനീഷിനെയാണ് ഇഷ്ടമെന്ന് പറയുന്നു. അതേപോലെ തന്നെ ആദില, നൂറ, അക്ബർ എന്നിവരൊക്കെ പിന്നീട് ഇഷ്ടമുള്ള ആളുകളാണ്. നെസ്മിക്ക്, മകൾക്ക് നവിനെയാണ് ഇഷ്ടം. ഭയങ്കര ഫണ്ണിയാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ് എന്നുള്ളതാണ് നെസ്മി പറയുന്നത്. അനീഷിൻ്റെ അമ്മ ഷാനവാസിനെയാണ് ഇഷ്ടപ്പെടുന്നത്. കാരണം അവരുടെ ഫ്രണ്ട്ഷിപ്പൊക്കെ വളരെയധികം അവർ ആസ്വദിക്കുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് ഞാൻ വളരെയധികം ഫൈറ്റ് ചെയ്ത് നേടിയെടുത്ത ഫ്രണ്ട്ഷിപ്പാണ് എന്നുള്ളത്. അനിയന് ക്രിക്കറ്റൊക്കെ കളിക്കുന്നത് കൊണ്ട് ആര്യനെയാണ് ഇഷ്ടം. അതിനുശേഷമാണ് അക്ബർ, ആദില, നൂറ എന്നിവർക്കിടയിൽ ആ ഒരു സംസാരമൊക്കെ ഉണ്ടാവുന്നത്.
ഫാമിലി വരുന്നതുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു സംസാരം. അവരെല്ലാവരും എക്സൈറ്റഡ് ആണ്. അക്ബറിൻ്റെ ഫാമിലി അവസാനം വന്നാൽ മതി എന്നുള്ളതാണ് അക്ബറിൻ്റെ ആഗ്രഹം. അതേപോലെ തന്നെ തൻ്റെ ഭാവി വധുവും അമ്മയൊക്കെ അവസാനം ഒന്നിച്ച് വരണം എന്നുള്ളതാണ് അക്ബർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് അങ്ങനെ ഒരു കമൻറ്റ് അവിടെ വരുന്നത്. അതൊരു അപ്രിയ സത്യമാണ്. ഞാൻ മുന്നേ പറഞ്ഞൊരു കാര്യം ഇപ്പോഴാണ് കേട്ടോ സംഭവിക്കുന്നത്. ഈ ലിവിങ് ഏരിയയിൽ വെച്ചിട്ട് എവിക്ഷനുമായി ബന്ധപ്പെട്ട നോമിനേഷൻ നടക്കുന്ന സമയത്താണ് ഇമ്മ്യൂണിറ്റി, പണിക്കുപ്പി ടാസ്കിലൂടെ കിട്ടിയ ഇമ്മ്യൂണിറ്റി കൈമാറ്റം ചെയ്യുന്നോ എന്നുള്ള ചോദ്യം ബിന്നിയോട് ചോദിക്കുന്നത്. ബിന്നി ആർക്കും അത് കൊടുക്കുന്നില്ല. 9th വീക്കാണ്. ഒരു മിഡ് വീക്ക് എവിക്ഷനും അതേപോലെ തന്നെ വീക്കെൻഡിലെ കാര്യമായിട്ടുള്ള മൾട്ടിപ്പിൾ എവിക്ഷനൊക്കെ ഉണ്ടാവേണ്ട ഒരു സാഹചര്യമാണ്. അപ്പോൾ വളരെ സീരിയസ് ആയിട്ട് നോമിനേറ്റ് ചെയ്യേണ്ടതുണ്ട്. കൺഫെഷൻ റൂം വഴി സീക്രട്ട് ആയിട്ടുള്ള നോമിനേഷനാണ്. അനീഷ് നോമിനേറ്റ് ചെയ്യുന്നത് നെവിനെയാണ്. നിരുത്തരവാദിത്തപരമായിട്ടുള്ള സമീപനം ടാസ്കുകളിൽ കാണിച്ചു. എസ്പെഷ്യലി ആ ഒരു ബോട്ടിൽ ടാസ്കിൽ, ജ്യൂസ് ആ ഒരു ടാസ്കിൽ കാണിച്ചു. ആ ഒരു ടാസ്കിനെ കുറിച്ചിട്ടാണ് അനീഷ് എടുത്ത് പറയുന്നത്. ഒനിയിൽ മോശം ക്യാപ്റ്റനാണ്, കിച്ചൺ വൻ ഫ്ലോപ്പായിരുന്നു. അനു സാമ്പുമാനെയും ലക്ഷ്മിയാണ് പറയുന്നത്. ഗെയിം കളിക്കാത്ത 2 ആളുകളാണ് അവർ രണ്ടും എന്ന് പറയുന്നു. ആര്യൻ ആദിലെ പറയുന്നു ആക്റ്റീവ് അല്ല, ഗെയിം ഇങ്ങനെ ഡൗണായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അനുമോളെ പറയുന്നു എല്ലാം കുളമാക്കാനായിട്ട് നോക്കുന്നു, മറ്റുള്ള ആളുകളുടെ ക്യാരക്ടറും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെട്ടിട്ട് ഗെയിം കളിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ടാസ്കുകൾ നശിപ്പിക്കുന്ന ആ ഒരു കാര്യവും ആര്യൻ പറയുന്നുണ്ട്. അക്ബർ, നൂറ, ലക്ഷ്മി എന്നിവരാണ് പറയുന്നത്. 2 ആളുകളും വെറുതെ എന്തൊക്കെയോ ഇവിടെ ചെയ്യുകയാണ്. നൂറയാണെന്നുണ്ടെങ്കിൽ മൂന്നാറിന് ട്രിപ്പ് വന്നതുപോലെയാണ് ഇവിടെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ലക്ഷ്മിയാണെങ്കിൽ ആദ്യ ആഴ്ച പുരുഷ വിരോധമൊക്കെ കാഴ്ചവെക്കുകയുണ്ടായി, ഒന്നും ചെയ്യുന്നില്ല. ഒനിയിലെ ലക്ഷ്മിയാണ് പറയുന്നത് ജഡ്ജ്മെൻറ്റ്, സദാചാരം, വീക്ക്, ഫേക്ക്, ചീപ്പ് ഗെയിമർ എന്നൊക്കെ എല്ലാ ആരോപണങ്ങളും ഒനിയിലെ ലക്ഷ്മിക്കെതിരെ ഉന്നയിക്കുന്നുണ്ട്. ജിസയിൽ വളച്ചൊടിച്ചുകൊണ്ട് കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നു. ആര്യനും ജിസയിലുമായിട്ടുള്ള ആ ഒരു ബന്ധം ഒരു ക്ലാരിറ്റി ഇല്ലാത്ത രീതിയിലേക്ക് പ്രസൻറ്റ് ചെയ്ത് ആ ഒരു ബന്ധം ഹൗസിൽ സംസാര വിഷയമാവേണ്ടതിനും ആളുകൾ ചോദ്യം ചെയ്യേണ്ടതിനും വേണ്ടിയുള്ള കളികളൊക്കെയാണ് കളിക്കുന്നത് എന്നുള്ളതാണ് മുന്നിലിൻ്റെ ആരോപണം. പിന്നെ ആര്യനെ കൊണ്ട് പണിയെടുപ്പിക്കുക എന്നുള്ളൊരു കാര്യവും ജിസേൽ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. ജിസേൽ ലക്ഷ്മിയാണ് പറയുന്നത് ആദ്യം ഗെയിം പ്ലാൻ ഇല്ല, ഗെയിം കളിക്കാൻ അറിയില്ല, ടാസ്ക് കളിക്കാൻ അറിയില്ല, മനസ്സിലാക്കുന്നില്ല. നൂറെ പറയുന്നു ടാസ്കിൽ നല്ലതാണ്, പക്ഷേ ഹൗസിൽ ഡ്യൂട്ടികളിൽ ഇൻവോൾവ്മെൻറ്റ് കാണാനായിട്ട് സാധിക്കുന്നില്ല, അഭിപ്രായങ്ങൾ പറയുന്നില്ല. ഷാനവാസ് നവിനെ പറയുന്നു ടാസ്കിൽ നീതി പുലർത്തിയില്ല. അനു തനിക്ക് കോയിൻ കിട്ടാത്തതുകൊണ്ട് വേറെ ആർക്കും കിട്ടണ്ട എന്നുള്ള രീതിയിൽ ഗെയിം കളിച്ചു, തിന്നത്തുമില്ല തീറ്റിക്കത്തുമില്ല എന്ന് പറയുന്നൊരു സമീപനമെന്ന് ഷാനവാസ് അനുവിനെ കുറിച്ച് പറയുന്നു. നെവിൻ സാബുമാനെ കുറിച്ചിട്ട് പറയുന്നു അടിച്ചുവിട്ട പട്ടം പോലെയാണ് സാബുമാൻ, പക്ഷേ ചരട് പലപ്പോഴും പല ആളുകളുടെ കയ്യിൽ ലഭിക്കുന്നുണ്ട്. പിന്നീട് ജിസേൽ, ആലു പൊറോട്ട, ബിന്നി, നെവിൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളിൽ ആര്യൻ എന്നെ ഈ കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ ചുറ്റിത്തിരിയുന്ന ഒരു ഗെയിമാണ് ജിസേലിനുള്ളത്. ആദിൽ ലക്ഷ്മിയെ പറയുന്നു ബോറിംഗ് ആണ്. ഒനീലിനെ പറയുന്നു ഇനാക്റ്റീവ് ആണ്. സാബുമാൻ അനുമോളെ പറയുന്നു ഫേവറിറ്റിസം ഉണ്ട്, ആർക്കും സ്റ്റാർ കിട്ടരുത് എന്നുള്ള രീതിയിൽ ഗെയിം കളിച്ചു. പിന്നീട് ആദില നൂറ, അതിലെ ആദിലെ പറയുന്നു ടീം കളിക്കുന്നു, അൺഫെയർ അഡ്വാൻറ്റേജ് അവർക്കുണ്ട് എന്നീ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ലക്ഷ്മി ആദിലെ പറയുന്നു അനീഷിനെ ഒത്തിരിയധികം ശല്യം ചെയ്യുന്നുണ്ട്, അനീഷിൻ്റെ ക്ഷമ പരീക്ഷിക്കുന്നുണ്ട്. നൂറയെ പറയുന്നുണ്ട് ആദിലയുടെ തെറ്റിനെ ന്യായീകരിക്കുന്നു, ടാസ്ക് മനസ്സിലാക്കാതെ കളിക്കുന്നു. നൂറ ഒനിലിനെയും നബിനെയാണ് പറയുന്നത് എഫേർട്ട് ഇടുന്നില്ല എന്നുള്ളതാണ് രണ്ടുപേരെ കുറിച്ച് പറയുന്നത്. ബിന്നി അനീഷിനെ പറയുന്നു ക്യാരക്ടർ വിട്ടിട്ട് ലാസ്റ്റ് ആ ഒരു ബോട്ടിൽ ടാസ്കിൽ ക്യാരക്ടർ വിട്ടിട്ട് അഗ്രഷൻ കാണിച്ചു എന്നുള്ളതാണ്. ജിസേൽ ആര്യൻ്റെ കാര്യത്തിൽ മാത്രം അഭിപ്രായം പറയും, അവർക്കിടയിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു ഗെയിമാണ് ജിസേലിനുള്ളത്. അങ്ങനെ സാബുമോൻ 2 വോട്ടുകളോടെ നോമിനേറ്റഡായി. അനുമോള്, ഒനിയിൽ, ജിസേൽ, നവിൻ, ആദില, നൂറ എന്നിവർ 3 വോട്ടുകളോടെ നോമിനേറ്റഡായി. ലക്ഷ്മിക്ക് 5 വോട്ടുകൾ. ആര്യൻ ആദ്യമായിട്ട് നോമിനേഷനിൽ വരാത്തതിൻ്റെ സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. അക്ബറും നോമിനേഷനിലേക്ക് വന്നിട്ടില്ല. പല ആളുകളുടെ മുഖമൊക്കെ അങ്ങോട്ട് വളിച്ചിട്ടുണ്ട്. അവിടെ തൊട്ട് നമുക്ക് അനുമോളിൽ ഒരു ചെറിയ ഒരു വിഷമം ഇങ്ങനെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മേ ബി ഫാമിലി വരാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഗെയിം പ്രഡിക്റ്റ് ചെയ്തതുപോലെ പോവാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി വീക്കിൽ കുടുംബ പ്രേക്ഷകരെ ഏറ്റവും കൂടുതൽ കൂടെ നിർത്താൻ ആഗ്രഹിച്ച തന്നെ കുടുംബങ്ങൾ അത്രയധികം സ്നേഹിക്കുന്നില്ല എന്നുള്ള തോന്നലുള്ളതുകൊണ്ടായിരിക്കാം. എന്തുകൊണ്ടൊക്കെ നമ്മൾക്ക് മനസ്സിലാവുന്ന രീതിയിലേക്ക് അനുമോൾ ചില വിഷമങ്ങളൊക്കെ പ്രകടിപ്പിക്കുകയാണ്. എപ്പിസോഡിൽ അത്ര കാര്യമായിട്ട് അത് ഫോക്കസ്ഡ് അല്ല എന്നുണ്ടെങ്കിലും ലൈവിൽ അതൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിനുശേഷം മാരുതി സുസുക്കിയുടെ ഒരു സ്പോൺസേഡ് ടാസ്ക്കാണ് അൺലോക്ക് ദ കീ ടു വിക്ടോറീസ് എന്നുള്ളൊരു ടാസ്ക്കാണ്. ഞാനതിനെക്കുറിച്ചിട്ട് കൂടുതൽ പറയുന്നില്ല, കാരണം അത് സ്പോൺസേഡ് ടാസ്ക്കാണ്. അതിൽ ഈ വണ്ടിയുടെ ഫീച്ചേഴ്സൊക്കെ ഉള്ള ആ ഒരു സാധനമൊക്കെ എടുത്തുകൊണ്ട് വന്ന് വണ്ടിയുടെ കീയൊക്കെ തുറന്ന് അതിൽ നിന്ന് ഗിഫ്റ്റ് എടുക്കുക എന്ന് പറയുന്ന ഒരു പരിപാടിയാണ്. അങ്ങനെ ബിന്നിയുടെ ഹസ്ബൻഡ് വരികയാണ്. ട്രെയിൻ സൗണ്ടിൻ്റെ അകമ്പടിയോടെയാണ് ബിന്നിയുടെ ഹസ്ബൻഡ് വരുന്നത്. മുന്നേ തന്നെ ബിഗ് ബോസ് അത് അനൗൺസ് ചെയ്തിരുന്നു, എങ്ങനെയാണ് ഹൗസിലേക്ക് വരിക, എപ്പോഴാണ് ബിന്നി റെഡിയായിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ ആ ഒരു കാത്തിരിപ്പ്, ഡോറ് തുറക്കാൻ വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പൊക്കെ നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. നല്ല കരച്ചിലൊക്കെയാണ്.
ബിഗ് ബോസിന് ഗുണമുള്ള ഒരു എൻട്രി ആണെന്നുള്ളത് ഞാൻ മുന്നേ തന്നെ പറഞ്ഞിരുന്നല്ലോ. വന്ന ആളുകളൊക്കെ അനുമോളെ ശ്രദ്ധിച്ചില്ലെങ്കിലും അനുമോളുടെ പ്ലാസി അന്വേഷിക്കുന്നുണ്ട്. ഇന്ന് പ്ലാസി ആണെന്നുണ്ടെങ്കിൽ ആളുകളുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി കട്ടിൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. സാധാരണ പ്ലാസി ഇങ്ങനെ രണ്ട് തലയണക്കിടയിൽ കിടക്കുകയോ എവിടെയെങ്കിലുമൊക്കെ ഒളിച്ചിരിക്കുകയൊക്കെയാണ്. പക്ഷേ ഇന്ന് അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടിയായിരിക്കും പ്ലാസി കട്ടിലിൽ ഇങ്ങനെ നിവർന്നിരിക്കുകയാണ്. വരുന്ന ആളുകളൊക്കെ പ്ലാസിയെ ശ്രദ്ധിക്കുന്നുണ്ട്. ബിന്നി നൂബിൻ കപ്പിളിന് മണിയറ ഒരുക്കാൻ വേണ്ടിയുള്ള ശ്രമമൊക്കെ നെവിൻ നടത്തുന്നുണ്ട്. നെവിനാണ് മറ്റേ ബിന്നിയുടെ ഹസ്ബൻഡിനെ കാണാനായിട്ട് ഏറ്റവും കൂടുതൽ ആഗ്രഹം എന്ന് തോന്നുന്ന രീതിയിലേക്കുള്ള പെർഫോമൻസ് ഒക്കെ ആയിരുന്നു. അവിടെ പൂക്കളൊക്കെ വിതറിയൊക്കെ ഇടുന്നുണ്ട്. പക്ഷേ അത് ഒനീലിൻ്റെ കട്ടിലായിരുന്നു. അപ്പോൾ ഒനീലിൻ്റെ കട്ടിൽ അങ്ങനെ കൊടുക്കാനായിട്ട് ഒനീലിന് വലിയ താല്പര്യമൊന്നുമില്ല. ഒരു രസികന് തന്നെ രണ്ട് യുവ മിഥുനങ്ങൾ സന്തോഷിക്കുന്നത് ഒനീലിനെ കണ്ട് ഇഷ്ടപ്പെടാത്തതുപോലെയുള്ള ചില പ്രകടനങ്ങളൊക്കെ. പിന്നീട് അവർ ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്നു, അവർ ഹഗ് ചെയ്യുന്നു, അവർ പരസ്പരം കെട്ടിപ്പുണർന്ന് കിടക്കുന്നു. അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് ഹൗസിൽ കാണാനായിട്ട് സാധിക്കും. പിന്നെ അവരുടെ ഒരു സ്നേഹപ്രകടനം ഈ ഹൗസിലേക്ക് വരുന്ന സമയത്ത് ബിന്നി പൊതുവെ ചെറുതായിട്ടുള്ളൊരു ആളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹസ്ബൻഡിനൊക്കെ എടുത്തുകൊണ്ട് നടന്ന് പരിചരിക്കാനായിട്ട് പറ്റുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ എടുത്ത് മുത്തം കൊടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. കാണാൻ പാടില്ലാത്ത പല കാഴ്ചകളും അനു പറയുന്നത് പോലെ തന്നെ ഹൗസിലുള്ള ആളുകൾ കാണാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാണാൻ പാടില്ലാത്ത കാഴ്ചകൾ വേറെ ആരും കാണാതിരിക്കാൻ വേണ്ടി അവർക്ക് മറയൊരുക്കാൻ വേണ്ടിയൊക്കെ അനു അവിടെ ശ്രമിക്കുന്നുണ്ട്. ലാലേട്ടനെ കണ്ട എക്സൈറ്റ്മെൻ്റ് ഒക്കെ ബിന്നി പങ്കുവെക്കുന്നത് കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ലാലേട്ടൻ്റെ ഒരു ഓറ, ലാലേട്ടൻ കണ്ണിലെ തിളക്കം, അതൊക്കെ ഭർത്താവിന് പറഞ്ഞ് കൊടുക്കുന്ന ബിന്നിയെ നമ്മൾ എപ്പിസോഡിൽ കേട്ടു. അപ്പോൾ അനുവിനോട് ആര്യൻ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അത് ഭയങ്കര രസമുള്ളൊരു സംഭവമാണ്. പെട്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായെന്ന് വരത്തില്ല. പക്ഷേ നല്ല ചൊറിച്ചിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് പ്രൊവോക്കിംഗ് ഉണ്ട്, തളർത്തലുണ്ട്, എല്ലാ സാധനമുണ്ട്. അപ്പോൾ അനുമോള് മൊത്തത്തിൽ ഡൗണായി. അപ്പോൾ ഡൗൺ ആയതിൻ്റെ കാരണം ഈ സ്നേഹം കിട്ടാഞ്ഞിട്ടാണ്. അല്ലെങ്കിൽ ബിന്നി ലൂമ്പിനൊക്കെ വന്നിട്ടുണ്ട്. ജീവിതത്തിൽ ആരെങ്കിലുമൊക്കെ സ്നേഹിക്കാൻ വേണ്ടേ? ഹസ്ബൻഡ് വരുമോ, ബോയ് ഫ്രണ്ട് വരുമോ നിൻ്റെ എന്നൊക്കെ ആര്യൻ അനുവിനോട് ചോദിക്കുകയാണ്. അനുവിനങ്ങോട്ട് പൊളിഞ്ഞ് പണ്ടാരടങ്ങി. കഴിഞ്ഞ ദിവസത്തെ ആ ഒരു കാര്യമൊക്കെ എന്നാണെങ്കിലും ആര്യനൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇങ്ങനെ ഈ സ്നേഹം കാണുമ്പോൾ അനുവിനെന്തോ ഒരു നിരാശയുണ്ട്, അതിൻ്റെ പ്രകടനമാണ് എന്നൊക്കെയുള്ള രീതിയിൽ വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ആര്യൻ അവിടെ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും പൊതുവെ ഫണ്ണായിട്ടുള്ള ഒരു നൈറ്റ് വിഷ്വൽസൊക്കെയാണ് നമ്മൾ എപ്പിസോഡിൽ കണ്ടത്. എന്താണെങ്കിലും ലൈവ് കാണുന്ന ആളുകൾക്കും ആ ഒരു ഫണ്ണൊക്കെ കിട്ടുമായിരിക്കും. എന്താണെങ്കിലും രസമാണല്ലോ. പതിവിന് വിപരീതമായിട്ടുള്ളൊരു വൈബ് ഹൗസിലുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.